ക്ലാസ് കയറുന്നു ആഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ഒപ്പം കഴിഞ്ഞിട്ടായിരുന്നു സാറ് കാര്യം പറയണ്ടേ സാർ എന്തെങ്കിലും പറഞ്ഞു സ്റ്റാഫ് ചുമ്മാ പിള്ളേരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാനായിട്ട്. സോളമന് നന്നായിട്ട് കിട്ടി തോന്നുന്നു. ഇവിടെ നമുക്ക് സിനിമക്ക് പോയാലോ? ഇനിയിപ്പോ എവിടെ നിന്ന് സിനിമ? ഇനി മാറ്റിനെ ഉള്ളൂ. മാറ്റിക്ക് പോവാ. കാശില്ലേ? പൈസ ഇല്ലേ? പിന്നെ ഇല്ല. ഇല്ല എൻ്റെ ഉണ്ടോ? എൻ്റെ ഇല്ല, നേരത്തെ പറഞ്ഞില്ലേ. എന്ത് ചെയ്യും? എന്ത് പറ. പോണ്ട പോണ്ട അത് തന്നെ. ശരി, ബോറടിച്ചിട്ട് പോയി ക്ലാസ് കയറാൻ എന്തായാലും വയ്യ. എന്ത് ചെയ്യാൻ പോണ? എന്താ പരിപാടി? ക്യാമ്പസിൽ തെങ്ങ് നല്ല വിളഞ്ഞ തേങ്ങ കോളേജിന്റെ സ്റ്റാൻഡേർഡെങ്കിലും നീ ഒന്ന് കാണും. അതാണ്. അപ്പൊ നമുക്ക് കരിക്കിടാം. തേങ്ങ ഇടണ്ട. ഞാൻ കയറുന്നില്ലേ? ഞാൻ കയറില്ല. കയറാൻ ഞാൻ കയറിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. കരിക്കിനെ വില കിട്ടും, തേങ്ങക്ക് അത്ര വില ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും. മതി മതി അല്ലേ? അപ്പൊ ഓക്കെ റെഡിടാ. ഞാനിവിടെ. വേണ്ട. ഗുഡ് മോർണിംഗ് സർ. എവിടെ പോവാ? പഠിപ്പിക്കാൻ പോണല്ലേ? ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പൊക്കം കുറവ് നിനക്കല്ലേ? നീ എന്താണെന്നറിയാം ഇങ്ങനെ കുഴിയാനായിപ്പോയത്? നിന്റെ ഉള്ളിൽ നിറയെ വിഷമുണ്ട്. എന്തായാലും സീനിയർ സ്റ്റുഡന്റ് ആയി എന്നെ നീ സാറെന്ന് വിളിച്ചല്ല. താങ്ക്സ് മോളെ. ഓ, ഇന്നലെ ആക്രിക്കട തുറന്നാണില്ല, അവിടെ ചേട്ടന് വിൽക്കാൻ പറ്റി കാണില്ല അല്ലേ ചേട്ടാ? നിന്റെ അച്ഛൻ ആക്രിക്കട നടത്തുന്നുണ്ടാടി. ഒരുപാട് നികളിക്കല്ലേ. വഴിമാറേ പൊടി പൊടി. നോ മോർ എക്സ്പ്ലനേഷൻ. ഇതൊക്കെ നിന്റെ തറവാട് സത്താടാ. വളഞ്ഞു വിളപ്പിൽ തെങ്ങി കയറുക, കരി കടക്കുക, അത് വഴികളെ കൊണ്ട് നടന്ന് വിൽക്കുക. സാർ സത്യം പറയട്ടാ, തേങ്ങ ഇടാൻ വേണ്ടി കയറിയതല്ല. പിന്നെ ചക്കയിടാ ഞാൻ തെങ്ങി കയറിയത്. അതല്ല സാർ, തെങ്ങിന്റെ മുകളിൽ കയറി ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ വലിഞ്ഞു കയറിയ. ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു തെങ്ങി കയറിയാണ് സെൽഫി എടുക്കണത്. എടാ നീ അല്ല പറഞ്ഞു. പതുക്കെ സംസാരിക്കും. സാർ ഞാൻ ഇവൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാണ് തെങ്ങി കയറി സെൽഫി എടുക്കണ്ടെന്ന്. ഇവന് തെങ്ങിന്റെ ഉച്ചിൽ കയറി എന്നാലേ സെൽഫി എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെടാ പറഞ്ഞത് അയ്യാങ്കിള് എടുത്താൽ നന്നാവും. ഇതെന്തായാലും തെങ്ങി കയറി സെൽഫി എടുക്കാൻ വേണ്ടി കൈ വിട്ട് തേങ്ങ കൊല പിടിച്ച് താഴെ വീണ്. അങ്ങനെ പേരെന്ത്? പ്രദീപ്. വാളയിൽ പറഞ്ഞ വേഷമാണ്. നാണം ഉണ്ടാണ്. റോഡ് പണി കിടക്കണ ബംഗാളികൾ ഇതിനേക്കാൾ ഡീസൻ്റ് ആയിട്ട് കിടക്കും. ഇന്നൊക്കെ എടുക്കല്ലേ 100 പ്രാവശ്യം അവന്മാർ പറഞ്ഞാണ്. എൻ്റെ ഒറ്റ പിടിപാട് കൊണ്ടാണ് നിന്നെ എടുത്തത്. അവസാനം എനിക്ക് എന്നെ കുതിച്ചായി. എത്ര കയറി കിടത്തത്? 10. ഇപ്പം പുറത്ത് കറിക്കുന്ന എത്ര വില? 30 ആണെന്ന് തോന്നണം അല്ലേ? തോന്നുന്നുണ്ട്. അത് തന്നെ, അത് മതി. 300. ഒരു കാര്യം ചെയ്യും, ഒരു 300 രൂപ ഇവിടെ കൊണ്ട് ഫൈൻ അടച്ചിട്ട് വയ്ക്കാം. തേങ്ങ ഇട്ടാൽ മതി. തേങ്ങക്ക് 10-15 ആണുള്ളൂ വില. എന്താടാ കുഞ്ഞിനാണ് സംസാരിക്കണത്? ഒന്നുമില്ല സാർ. നീ ഫസ്റ്റ് ഇയറല്ലേ പാസ്സായ? 2 എഴുതാണ്ട്. ബാക്കിയൊക്കെ പാസ്സായ? 2 കിട്ടാണ്ട്. 2 എഴുതാണ്ട് കിട്ടാണ്ട്. ഞാൻ തോറ്റെന്ന് പറയാൻ ഭയങ്കര മടിയാണ്. നീ പാസ്സായടാ? എനിക്ക് എല്ലാ പേപ്പറും പോയി സാർ. വെരി ഗുഡ്. ഫൈൻ അടച്ചിട്ട് വെക്കാം. പിന്നെ ഈ കോളേജിൽ ക്യാമ്പസിനകത്ത് ഒരൊറ്റ തെങ്ങിനി കയറി പോകരുത്. വേറെ മരത്തിൽ കയറാം. കുരങ്ങന്റെ ജാതിയാണ്. ഇവന് മരത്തിൽ കയറാൻ ഇരിക്കാൻ പൊറുതിയില്ല. ഞാനല്ലേ പിന്നാണ് കയറിയത്. ഇവനാണ് കയറാൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ മരത്തിൽ കയറാൻ ആക്രാന്തപ്പെട്ട് കിടക്കുന്നത്. ഇതൊക്കെ തന്നെ പറ്റിയ പണി കേട്ടോ. ഇപ്പൊ ഒന്നാമത് താങ്കട്ടുകാരനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് പാവല്ലേ ബുദ്ധിയേട്ടാമാര്. മറ്റേ പ്രശ്നം ഉണ്ടാക്കിയില്ലേ ആ ഒരു തെണ്ടി. എടാ മറ്റേ പൊക്കമുള്ളവരുടെ കൂടെ നടക്കൂലടാ ഒരു ചെറ്റ. എടാ സുഖു. ആ ചെറ്റയല്ല. സുഖമല്ല. എടാ മറ്റേ പൊക്കമുള്ളവരുടെ കുറി നടക്കുന്ന ഒരു ചെറ്റ. എനിക്ക് മനസ്സിലായി. ആ ചെറ്റയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞോണ്ട് പറഞ്ഞത്. ആ ചെറ്റല്ല, അത് അവനല്ല. ആ ചെറ്റല്ല, ഈ ചെറ്റക്കുടലിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് കവി ഇങ്ങനെ അടിമയെ പറ്റിയിട്ട് ഇങ്ങനെ പാടുന്ന. അടിമവർഗമേ നിങ്ങൾക്ക് നിരോധനം. ഏത് കവി? ചങ്ങമ്പുഴ കിഷോള്ള. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പുകളൊക്കെ അറിയാല്ലേ? അറിയാം സാർ. മദ്യപാനം പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. വലിയ തുക നൽകേണ്ടി വരും. അതല്ല, വാക്കുകൾ കണ്ടും കേട്ടും കോളേജിൽ പോയിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ക്ലാസ്സിൽ കൊണ്ടടാ. മഴയാണ് സാർ. ഇന്റർവെല്ലാണ് സാർ. ഞങ്ങൾക്ക് എന്ന് ഇന്റർവെല്ലാണ് സാർ. ഇന്റർവെല്ല് മഴയ്ക്ക് പുറത്തിരുന്നാ പഠിക്കണം, അകത്തിരുന്നല്ലേ പഠിക്കണം.
മഴയാണ് അവൻ്റെ. ഈ ഭൂകമ്പം വരുമ്പോ ഒന്ന് അറിയിച്ചൂടെ? ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ ടാക്കി എത്ര ഇങ്ങനെ ടാക്കണം എപ്പോഴും എനിക്കിപ്പോ അതൊന്നല്ല പ്രശ്നം. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ആ മൊബൈൽ എന്റെ മൊബൈലാ പോയത്. എനിക്ക് അതിലാ ടെൻഷൻ. അങ്ങേരോട് ഇപ്പൊ എങ്ങനെ പോയി പറയത്? എന്റെ കൂടെ അതും കൂടി കുരുമേ കുരുവായില്ല. ചെല്ല് രണ്ടും കൂടെ അളിയനും മച്ചമ്പിയും കൂടെ. ഓടാ പോടാ, നമുക്ക് അങ്ങോട്ട് പോവാം. കമിൻ സർ. യെസ് കമിങ്. സാർ ആ ഇതിലേ പറ, ഇവിടെ ജോലി കിടന്നുകൊണ്ടിരിക്കണ്ടില്ലേ? അത് സാർ എനിക്കൊന്ന് കുമ്പസരിക്കണം. ഞാനെന്തോ മുഹമ്മദ് മമ്മു. മനെ മമ്മു, ഇത് പള്ളിയല്ല, പള്ളിക്കൂടമാണ്. അതറിയാം സാർ. എന്നാലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റു പറയുന്നതല്ല എൻ്റെ ഒരു രീതി. യാറ്റി പറച്ചിലൊക്കെ നല്ല തന്നെ. നീ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ടോ? എന്താണ് പറയാൻ വന്ന കാര്യം? എന്താണ് സാർ? അത് എൻ്റെ മൊബൈല് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ. ഓ അത് പോന്ന ദിവസമാണോ കാണിച്ചത്? ക്ലാസ്സിൽ മൊബൈലിൽ കുത്തി കളിക്കുന്നത്? ഇത് ടീച്ചർ പിന്നീട് പരാതി അറിയാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നേക്കണം. അവൻ്റെ കാര്യങ്ങളെ കുറിച്ച് കട്ടം തന്നെ. യാ സമയം മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കും. അങ്ങോട്ടടി ഇങ്ങോട്ടടി, അവിടെ കുത്ത് ഇവിടെ കുത്ത്, ഒരു പണിയില്ല. മൊബൈൽ കണ്ട അശ്ലീലങ്ങൾ എല്ലാം കാണിച്ച് കൂട്ടിയിട്ട് ഇവിടെ. ഇവിടെ ആരെങ്കിലും വന്നാ? അവൻ തന്നെ വന്നേ ഇവിടെ.